അടിപൊളിയായിട്ടുള്ള ഈ ജ്വല്ലറി സെറ്റ്സ് എല്ലാം 300 രൂപയുടെ താഴെയാണ് വരുന്നത്. അതും ചിലതിന് കോംബോയും വരുന്നുണ്ട് കേട്ടോ. ഒന്നിന് പകരം 2 ജ്വല്ലറി സെറ്റാണ് 300 താഴെ വരുന്നത്. ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ ബ്യൂട്ടി ഇൻ യുവർ ഫിംഗർ ടിപ്സ്. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓണം ജ്വല്ലറി ഹോളാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ഷോർട്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാന്നാണ് കേട്ടോ. പിന്നെ വിചാരിച്ചു അല്ല, ലോങ് വീഡിയോ തന്നെ ചെയ്തേക്കാന്നുള്ളത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഇപ്പൊ വാങ്ങിയ റീസെന്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള ജ്വൽസ് നിന്ന് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രം പിക്ക് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നത് കൗണ്ട് ഒരു 50 ആയിട്ട് കൂടുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 50നും കൂടുതൽ ലൈക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1 വീക്കിനുള്ളിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ സെക്കൻഡ് പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആവാതെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഹിമ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഫസ്റ്റ് ജ്വല്ലറി സെറ്റിന് നല്ല ക്യൂട്ടാണ്. ഇതേപോലത്തെ ക്യൂട്ട് കമ്മലും പിന്നെ ഈ ഒരു കുഞ്ഞു മാലയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതും 300 താഴെ തന്നെ വരുന്നത്. ഇതിന്റെ കറക്റ്റ് ഉള്ള റേറ്റ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ആൻഡ് ലിങ്ക് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ചെക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മാലയുടെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. അതുപോലെ സൈഡിൽ നോക്കി ഗോൾഡൻ കളർ ബീഡ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല ഇതിൽ നടുവിലായിട്ട് ഒരു ഗ്രീൻ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ജ്വൽസ് കൂടിയാണ് കേട്ടോ. ഇതിൽ തന്നെ നോക്കിക്കേ, ഈ ഒരു വൈറ്റ് കളർ പേള് പോലെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോക്കർ മാല ഇഷ്ടമല്ല, പക്ഷെ ചോക്കർ പോലെ തോന്നിപ്പിക്കുന്ന ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിന് പോകുന്ന ഒരു മാലയാണ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. കാരണം പൊതുവെ ആളുകളൊന്നും ചോക്കേഴ്സ് ആണ് സെലക്ട് ചെയ്യാറുള്ളത്, ഇങ്ങനത്തെ മാലകൾ നോക്കാറില്ല. പക്ഷെ ഇങ്ങനത്തെ മാലകൾ നോക്കി എന്ത് ക്യൂട്ടാന്നുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്കർ പോലെ യൂസ് ചെയ്യാമല്ലോ. കാരണം ഇതിൽ നോക്കി ഈ ഒരു കൊളുത്തുണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ ആക്കി കൊടുക്കാം. അപ്പം എന്തായാലും നമ്മുടെ കഴുത്തിൽ ചോക്കറായിട്ട് തന്നെ കിടക്കുകയുള്ളൂ. അല്ലാണ്ട് കുറേ ഭയങ്കര നീളമായിട്ടൊന്നും തോന്നത്തില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളതാണ്. വേർത്ത് ദ മണി എന്ന് പറയാം ഈ ഒരു സെറ്റ്. ആൻഡ് സെക്കൻഡ് ജ്വല്ലറി സെറ്റ് പറയുന്നത് ഇങ്ങനെ കോംബോ ആയിട്ടാണ് വരുന്നത്. ഒരു സ്റ്റഡ് ഇയറിംഗ്സും ഒരു കുറച്ച് ലോങ് ആയിട്ടുള്ള, അതായത് ഇത്ര ലോങ് ആയിട്ടുള്ള ഒരു ഇയറിംഗും ആണ് കേട്ടോ. അതിന്റെ കൂടെ തന്നെ ഈ 2 നെക്ക് ചെയിൻസും വരുന്നുണ്ട്. 300 താഴെയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും അല്ലേ. ആൻഡ് ഇതിന്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചത് കോംബോ ഓഫറിൽ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ക്വാളിറ്റി അത്ര നല്ലതായിരിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ ഇത് വാങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാ ക്വാളിറ്റി നന്നായിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഒരുപാട് മോഡൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഒരു ഭംഗി തോന്നിയത് ഇത് ഒരു താമരയുടെ ഏകദേശം ഒരു ഇല്ലേ കളർ കാണാനായിട്ടൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ താമരയുടെ തന്നെ ചൂസ് ചെയ്യാന്നുള്ളത്. അങ്ങനെ ചൂസ് ചെയ്തിട്ടുള്ള ഇതിൽ തന്നെ പല ഡിഫറെൻറ്റ് ടൈപ്പ് വരുന്നുണ്ട്. ഞാൻ ഇതാണ് ചൂസ് ചെയ്തതെന്ന് മാത്രം. ഓക്കെ, അപ്പം ഞാനിത് ഓരോന്ന് കാണിച്ചു തരാവേ. നോക്കിക്കേ, ഫസ്റ്റ് വൺ വന്നിട്ട് ഇതുപോലെ ഒരു മുല്ലപ്പൂവിൻ്റെ, ഇതിനെന്താ പറയാന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ശരിക്കുള്ള പേര് എന്താണെന്നുള്ളത്. എനിക്ക് തോന്നിയത് ഈ മുല്ലപ്പൂവിൻ്റെ ഒക്കെ മുട്ടുകൾ പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതിൻ്റെ തന്നെ ഗോൾഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് വാങ്ങുന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും റോൾഡ് ഗോൾഡ് ഒക്കെ ഉണ്ടല്ലോ, ഒരു തരത്തിലുള്ള മഞ്ഞ വരും ആ കളറ്. പക്ഷെ ഇതിന് ആ ഒരു ടൈപ്പ് കളറല്ല, ശരിക്കും ഒരു ചെട്ടിനാട് ഗോൾഡിന്റെ കളർ ഉണ്ട്. എന്നാൽ ഒരുപാട് അങ്ങനെ ഒരു ഓറഞ്ച് ടിൻറ്റിലോട്ട് വരുന്നുമില്ല കേട്ടോ. ഇങ്ങനത്തെ മാലകളൊക്കെ എപ്പോഴല്ലേ ഔട്ട് ഓഫ് ഫാഷൻ ആവുക. ഇതൊക്കെ എപ്പോഴും ഫാഷൻ തന്നെയാണ് കേട്ടോ. നമുക്ക് പണ്ടുള്ള ട്രെൻഡൊക്കെ ഉണ്ടല്ലോ, ഈ പാലക്കാമാലയൊക്കെ, അതൊക്കെയാണ് ഇപ്പോൾ പിന്നെയും ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്നെ നോക്കിക്കൊണ്ടിരുന്നത് ഈ ചെക്ക്ഡ് ആയിട്ടുള്ള സാരീസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പണ്ട് അതായിരുന്നു ട്രെൻഡ്. അപ്പോഴേ വല്ല തമിഴ്നാട് നിന്നൊക്കെ വാങ്ങി വെച്ചാൽ മതിയായിരുന്നു അല്ലേ ഈ ട്രെൻഡിങ്ങിനൊപ്പം ഓടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബൈ ദ വേ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാലയൊന്നും ഒരിക്കലും ഔട്ട് ഓഫ് ഫാഷൻ ആവില്ല. ഇങ്ങനത്തേക്കൊന്ന് വാങ്ങി വെച്ച് നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും ഏത് ഡ്രസ്സിൻ്റെ കൂടെയും സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഈ മാല എന്ന് പറയുന്നത്. ഇനി കമ്മൽ കാണിച്ചു തരാം. നോക്കിക്ക്, നല്ല ക്യൂട്ടായിട്ടുള്ള അതേ ഡിസൈനിൽ വരുന്ന കമ്മലാണ് കേട്ടോ. സ്റ്റഡാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് കൂടുതലായിട്ടും ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർ, മിനിമൽ ജ്വല്ലറീസ് ഒക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നല്ല ഓപ്ഷനാണ് കേട്ടോ. ഇങ്ങനത്തെ എല്ലാം ചൂസ് ചെയ്യാൻ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ആൻഡ് ഇതാണ് ഇതിൻ്റെ ഇയറിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ കോമ്പോയിൽ കിട്ടിയിട്ടുള്ള അടുത്ത മാല എന്ന് പറയുന്നത്. നോക്കിക്കേ, നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാനായിട്ട്. ഇതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ കമ്മൽ കണ്ടിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ മാലയും രസമുണ്ട് കാണാനായിട്ട്. ഇതേപോലെ ഒരു ഡിസൈനിലാണ് വരുന്നത്. ഇതും എനിക്ക് എങ്ങനെയാ ഈ ഡിസൈൻ പറഞ്ഞതിൻ്റെ അറിയില്ല. പക്ഷെ ശരിക്കും നമ്മൾ ഈ റെയിൻ ഡ്രോപ്പ് മോഡലൊക്കെ ഉണ്ടാവുമല്ലോ, അതേപോലെ ഒരു ഡിസൈൻ ഉണ്ടാവുക. ശരിക്കും റെയിൻ ഡ്രോപ്പ് പോലെ ഉണ്ട് ഇത് കാണാനായിട്ട്. പക്ഷെ എന്താ കളർ മാത്രം നമ്മുടെ താമരയുടെ ഒരു കളറ്, ഗ്രീനും അതേപോലെ തന്നെ പിങ്കും രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള കളറാണ്.
ക്യൂട്ടാണ് കാണാനായിട്ട്. ഇട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ നേരത്തെ കമ്മൽ കണ്ടിട്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇത് ഈ 2 കമ്മലാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് കണ്ട സമയത്ത് കറക്റ്റായിട്ട് പറയണല്ലോ, കണ്ട സമയത്ത് ആ ആപ്പിൽ എനിക്ക് കുറച്ചും കൂടി ഒരു സൈസ് കുറച്ച് വലുതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, വലിയ സൈസുള്ള കമ്മലുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ, പണ്ട് മുതൽ തന്നെ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, കമ്മൽ നല്ല ഭംഗിയുണ്ട്, അങ്ങനെ ചൂസ് ചെയ്തേക്കെന്നുള്ളത്. വാങ്ങി കിട്ടിയപ്പോൾ കുറച്ച് സൈസ് ചെറുതാണ്, എന്നാലും കുഴപ്പമില്ല, ക്യൂട്ടാണ് കേട്ടോ കാണാൻ. ഇതിന് താഴെയായിട്ട് ഇത് ഇതുപോലെ വൈറ്റ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ മാലയിൽ നമുക്ക് ആ വൈറ്റ് ബീഡ്സ് വരുന്നില്ല, കമ്മലിൽ മാത്രമാണ് വൈറ്റ് ബീഡ്സ് വരുന്നത് കേട്ടോ. പക്ഷെ ഈ ഡിസൈൻ നല്ല ഭംഗിയാണ്. ഇതൊക്കെ പട്ടുപാവോടുകൂടിയും ധാവണിയുടെ കൂടിയൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ കേട്ടോ. ശരിക്കും ഈ താമര ഡിസൈനുള്ള ധാവണി അല്ലെങ്കിൽ നമ്മുടെ സാധാ പ്ലെയിൻ പട്ടുപാവടയൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. വൈറ്റ് പട്ടുപാവടയിലൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും ഇങ്ങനത്തെ കളർഫുൾ ആയിട്ടുള്ള ഇയർ റിങ്സും ജ്വൽസ് എല്ലാം തന്നെ. മൂന്നാമത്തെ ജ്വല്ലറി സെറ്റ് പറയുന്നത് ഈ ഒരു മാലയും കമ്മലാണ് കേട്ടോ. ഇത് എന്റെ വീഡിയോന്റെ ഇൻട്രോയിൽ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിത് എത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇതിൽ മെയിൻ പ്രത്യേകത എനിക്ക് തോന്നിയത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ ഓഫ് മിനിമൽ ജ്വൽസ് അല്ല, എന്നാൽ പണ്ടത്തെ ഒരു സ്റ്റൈൽ ഓഫ് ഒരു ട്രഡീഷണൽ കൈൻഡ് ഓഫ് ജ്വൽസും അല്ല, അതിനിടയിൽ വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അതിൽ തന്നെ ഈ നല്ല രസമുള്ള കുറേ മുത്തുകൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ റെഡും ഗ്രീനും സ്റ്റോൺ ആണ് വരുന്നത്. ഇതിൽ റെഡ് സ്റ്റോൺ ആണ് മെയിൻ ആയിട്ട് കാണുന്നത്, ആൻഡ് ഗ്രീൻ സ്റ്റോൺ ഒരു കുഞ്ഞു സ്റ്റോൺ എന്ന രീതിയിൽ ഈ ഫ്ലവേഴ്സിലെല്ലാം ഗ്രീനും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടോ നേരിട്ട് കാണാനായിട്ട്. ഇപ്പൊ വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു ഭംഗി കാണാൻ വിചാരിക്കണം. ആൻഡ് അതിൽ തന്നെ വരുന്ന ഒരു കുട്ടി കമ്മൽ കൂടി ഉണ്ട്. ഇതാണ് കേട്ടോ ഇതിന്റെ കമ്മല്. നല്ല ഭംഗിയില്ലേ കമ്മലും മാലയൊക്കെ കാണാനായിട്ട്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ്സൊന്നും അല്ല ഓണം സെലിബ്രേഷൻ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ മാലയും കമ്മലൊക്കെ വെച്ച് പെയർ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്നും വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഇതിന്റെ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.